ഹലോ ബ്യൂട്ടിഫുൾ ലേഡീസ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡൈവോഴ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇപ്പോഴത്തെ ട്രെൻഡല്ലേ ഡൈവോഴ്സ്. അപ്പോൾ നമ്മൾ കാണാറുണ്ട് ഒട്ടുമിക്ക ഇതിലും എന്താണ് മൈ ലൈഫ് മൈ റൂൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാറ്റസൊക്കെ ഇട്ടുകൊണ്ട് എല്ലാവരും ഡൈവോഴ്സിൻ്റെ ഫോട്ടോസ് ഇടുകയും അതിന് ഒരുപാട് ലൈക്കും സപ്പോർട്ടും ഒക്കെ കിട്ടുന്നത് നമ്മൾ കാണാറുണ്ടല്ലേ. അപ്പം ഈ ഡൈവോഴ്സിനെ കുറിച്ചിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം? നല്ല അഭിപ്രായമാണോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള അഭിപ്രായമാണോ? എന്തുകൊണ്ടാണ് ഈ ഡൈവോഴ്സ് ഇത്രയ്ക്ക് ഉണ്ടാവാനുള്ള കാരണം? ഈ ഡൈവോഴ്സ് ആരെങ്കിലും എഫക്റ്റ് ചെയ്യുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളെന്നും ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം മാരേജ് എന്ന് പറഞ്ഞാൽ തന്നെ ഫസ്റ്റ് നമുക്ക് മാരേജിൽ നിന്ന് തുടങ്ങാം. മാരേജ് കഴിഞ്ഞിട്ടല്ലേ പിന്നെ ഡൈവോഴ്സ്. അപ്പം മാരേജ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ വളരെയധികം ആലോചിച്ച് തീരുമാനം എടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ ഇഷ്ടത്തിന് പല ആളുകളും അവനവൻ്റെ ഇഷ്ടത്തിനായിരിക്കില്ല ചിലപ്പം കല്യാണം കഴിക്കാം. വീട്ടുകാരുടെ ഇഷ്ടത്തിനും നിർബന്ധത്തിനും വഴങ്ങി കല്യാണം കഴിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പ് എന്താ പറയുക, ലവ് ചെയ്ത് ആ ഒരു സമയത്ത് അവരുടെ നല്ല സൈഡുകൾ മാത്രം കണ്ട് അതിനുശേഷം കല്യാണത്തിന് ശേഷം ഒരു റിയാലിറ്റി മനസ്സിലാക്കിയതിന് ശേഷം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന ആളുകളുണ്ടായിരിക്കാം. പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഡൈവോഴ്സ് ആവുന്നത് അല്ലേ. അപ്പം ഇതിനുള്ള ഒരു പ്രധാന കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, രണ്ട് മനസ്സുകൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ടാളുകൾ വ്യത്യസ്ത സാഹചര്യത്തിൽ ജനിച്ച് വളർന്ന രണ്ടാളുകൾ തമ്മിലാണല്ലോ വിവാഹം കഴിക്കുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇങ്ങനൊരു കാര്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പം ജീവിതത്തിൽ ഡൈവോഴ്സ് എന്നുള്ള സംഭവം പൂർണ്ണമായിട്ടും വേണ്ടാത്തതാണ് എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പിന്നെ ലൈഫ് എന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനുള്ളതാണെന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. പക്ഷേ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് എവിടെ ആയാലും വ്യത്യസ്തരായിട്ടുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ളത്, അതിന് മാരേജ് ആണെങ്കിലും ശരി, അല്ലാതെ നമ്മുടെ എന്താ പറയുക ഒരു ബിസിനസ് ആയാലും ശരി, എന്ത് കാര്യങ്ങൾ തന്നെയാണെങ്കിലും വ്യത്യസ്തരായിട്ടുള്ള രണ്ടാളുകൾ തമ്മിലാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അണ്ടർസ്റ്റാൻഡിങ് വളരെയധികം അത്യാവശ്യമാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കണ്ടുവരുന്ന മറ്റൊരു കാര്യം, ആളുകൾക്ക് തമ്മിൽ ഒരു വ്യക്തിബന്ധമൊന്നുമില്ല കേട്ടോ. ആളുകൾക്ക് ഒരു എന്താ പറയുക മാനസികമായിട്ടുള്ള അടുപ്പം എന്നുള്ള സംഭവമൊന്നുമില്ല. ആർക്കും കമ്മിറ്റ്മെൻ്റ് ഇല്ല. പൈസയാണ് എല്ലാത്തിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പൈസ ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. പൈസ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ആരും അനുസരിക്കേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനത്തെയൊക്കെയാണ് ചിന്താഗതികൾ. പണ്ടുള്ള ആളുകളെപ്പോലെയുള്ള മാനസികമായ അടുപ്പമോ കുടുംബ ബന്ധങ്ങളുടെ പവിത്രതയോ അതൊന്നും ഇപ്പോൾ ആരും ചിന്തിക്കില്ല. എല്ലാവരും ഒരു എന്താ പറയുക സ്വന്തം ലോകത്ത് ഇമാജിനറി വേൾഡിൽ ഇങ്ങനെ ജീവിച്ചിട്ട് പോവുകയാണ്. കുടുംബം എന്നുള്ളത് ഇനിയിപ്പം എന്ത് മോഡേൺ കോൺസെപ്റ്റ് പറയുന്ന ആളുകളാണെങ്കിലും ശരി, കുടുംബം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്നുള്ളത് സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. അപ്പോൾ ചോദിക്കും കല്യാണം കഴിക്കണമെന്നുണ്ടോ കുട്ടികൾ ഉണ്ടാവാമെന്ന് പറയും അല്ലേ. ആവശ്യമില്ല. പക്ഷേ നമുക്ക് നല്ലൊരു കുടുംബവും നല്ലൊരു ഫാമിലിയും നല്ല പാരൻസും ഉണ്ടാവുമ്പോഴാണ് നല്ല കുട്ടികളും ഉണ്ടാവുന്നത്. അപ്പം നമ്മൾ എങ്ങനെയെങ്കിലും മക്കളെ ഉണ്ടാക്കിയിട്ടിട്ട് കാര്യമില്ലല്ലോ. നല്ല രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കാനും എല്ലാം പറ്റുന്ന പാരൻസും കൂടെ വേണം. അതിന് വിദ്യാഭ്യാസം വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലാതെ ജനിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ എങ്ങനെയെങ്കിലും വളർന്ന് എങ്ങനെയെങ്കിലും സമൂഹത്തിന് പോലും ഒരു ഉപകാരം ഇല്ലാതെ ജീവിച്ചിട്ട് കാര്യമില്ല. പലപ്പോഴും ഈ ഡൈവോഴ്സിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ പല ആളുകളും ഡൈവോഴ്സിൻ്റെ പോസ്റ്റുകളെല്ലാം ഇടുന്ന സമയത്ത് അവർ എത്രത്തോളം ഫ്രീ ആയിട്ടാണ് നടക്കുന്നത്, അവർക്കൊരു പ്രശ്നവും ഇല്ലല്ലോ, വളരെ ഫ്രീ ആയിട്ട് അവരെ ഇഷ്ടത്തിന് നടക്കാൻ പറ്റുന്നുണ്ട്, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഡൈവോഴ്സ് എന്നുള്ളത് ഒരു നല്ല സുഖമുള്ള ഒരു പരിപാടിയാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് എല്ലാ ആളുകളിലും വന്നു. അതൊരു പ്രധാന കാരണമാണ്. പിന്നെ നമ്മൾ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ല, പരസ്പരം സംസാരിക്കാനുള്ള സമയമില്ല, സ്വന്തം ആഗ്രഹങ്ങളും അടിച്ചേൽപ്പിക്കുക എന്നല്ലാതെ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ കേൾക്കാനും
അത് പരിഹരിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി സംസാരിക്കാനൊന്നും ആർക്കും സമയമില്ല. അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ പണ്ടൊന്നാണെങ്കിൽ ലേഡീസ് ജോലിക്ക് പോകുന്നുണ്ടായിരുന്നില്ല. ഇപ്പം ലേഡീസിന് വിദ്യാഭ്യാസമുണ്ട്, അതേപോലെ തന്നെ അവർക്ക് ജോലിയുണ്ട്. ജോലി ഉള്ളത് കൊണ്ട് തന്നെ പൈസയും ഉണ്ട്. അപ്പോൾ പൈസ ഉള്ളപ്പം സ്വാഭാവികമായിട്ടും സ്ത്രീകളാണെങ്കിലും ചിന്തിക്കുകയാണ്, ഞങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് പൈസയുണ്ട്, പിന്നെ എന്തിനാണ് ഞങ്ങൾ മറ്റുള്ളവരെ അനുസരിച്ച് ജീവിക്കുന്നതെന്ന്. ഈ അനുസരിച്ച് ജീവിക്കുന്നതിനെ പറ്റിയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനുസരിക്കുക അല്ലെങ്കിൽ അനുസരിപ്പിക്കുക എന്നുള്ളതല്ല വിവാഹ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളെ കൂടെയുള്ള നിങ്ങളുടെ ജീവിത പങ്കാളി, മലയാളത്തിലാണെങ്കിലും പറയുന്നത് ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ ജീവിത പങ്കാളി എന്നാണ് പറയുന്നത്. അപ്പം ആ പങ്കാളി ഇതിൻ്റെ മീനിങ് എന്താണ്? നമ്മളെപ്പോലെ തന്നെ പങ്കിട്ടെടുക്കുന്ന ആൾ എന്നുള്ളതാണ് അല്ലേ. അപ്പം ഈക്വലായിട്ടുള്ള പങ്കിട്ടെടുക്കലാണ് അവിടെ വേണ്ടത്, അല്ലാതെ മറ്റൊരാൾ അനുസരിക്കുക അല്ല. അപ്പം ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് എപ്പോഴും അത്യാവശ്യമായിട്ട് വേണ്ട കാര്യമാണ്. അപ്പം ഇത്തരത്തിലുള്ള കാരണങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളെപ്പോഴും ഈ റീൽസിലും അല്ലെങ്കിൽ എന്താ പറയുക ടി വിയിലും സിനിമകളിലും ഒക്കെ കാണുന്ന ലൈഫാണ് പലരും ആഗ്രഹിക്കുന്നത്. ആഗ്രഹമാണ് ദുഃഖത്തിന് കാരണമെന്ന് ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ പണ്ട്. അപ്പം അതുപോലെ ഈ ആഗ്രഹങ്ങൾ കൂടുന്നതും പ്രധാനമായിട്ടും ഒരു കാരണമാണ്. അതുകൊണ്ട് ഒരു ബെറ്റർ ലൈഫിന് വേണ്ടി എല്ലാവരും അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആത്മഹത്യ പോലെ തന്നെ ഡൈവോഴ്സും ഒന്നിനും ഒരു പരിഹാരമല്ല. അത് വിചാരിച്ചിട്ട് ജീവിതകാലം മുഴുവനും ഒരു തരത്തിലും അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളെ, വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരാളുടെ കൂടെ ജീവിക്കണമെന്നാണ് അല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് എല്ലാവരും വളരെ കെയർഫുള്ളായിട്ടിരിക്കുക, ബുദ്ധിപൂർവ്വം ചിന്തിക്കുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.